ഹല്ല, വെൽക്കം ടു മൈ ചാനൽ. നമ്മളിപ്പോൾ പോകുന്നത് റാസൽ ഖൈമയിലോട്ട്. എല്ലാ വർഷവും ന്യൂ ഇയറിന് നമ്മൾ റാസൽ ഖൈമ പള്ളിയിൽ പോകാറുണ്ട്. അവിടെ പോകാൻ വേണ്ടി ഇറങ്ങിയതാണിപ്പം. വയലൊക്കെ വിൻ്ററായി കഴിഞ്ഞാൽ ഒത്തിരി സ്ഥലത്ത് കാണുന്നതാണ് ഇങ്ങനെ ടെൻറ്റ് അടിച്ച്. ഇത് ടെൻറ്റ് അടിച്ച് വെച്ചേക്കുന്നത് അത് ഓൾറെഡി അവിടെ ഉള്ള സംഭവമാണ്. ടെൻറ്റിൽ ആളുകൾ വന്ന് രാത്രി വരും, പിന്നെ അവിടെ ബാർബിക്യൂ ഒക്കെ ചെയ്തിട്ട് രാവിലെയാണ് തിരിച്ചു പോകുന്നത്. അങ്ങനെ പല ആളുകൾ ചെയ്യാറുണ്ട് വിൻ്റർ ടൈം ഒന്ന് സ്റ്റാർട്ടാകുമ്പോൾ. അങ്ങനെ ഒത്തിരി പോകുന്ന വഴിക്ക് ഞങ്ങൾ ഒത്തിരി സൈഡുണ്ട്. ഇവിടെയും കാണുന്നത് അത് തന്നെയാണ്. ടെൻറ്റിൽ ആളുകൾ വരിക, അവിടെ തന്നെ അവർ ബാർബിക്യൂ എന്തെങ്കിലുമൊക്കെ ചെയ്യും, അവിടെ സ്റ്റേ ചെയ്യും, എൻജോയ് ചെയ്യും, എന്നിട്ട് തിരിച്ചു പോകും. അങ്ങനെ നമ്മൾ പള്ളികളിലൊക്കെ ആ ഏരിയയിൽ ഒത്തിരി പള്ളികളുണ്ട്. ആ ഏരിയയിലെത്തി. നമ്മൾ പോകുന്നത് സെയിൻറ്റ് ആൻ്റണീസ് എന്ന് പറയുന്ന ചേർച്ചിലാണ്, കാത്തലിക് ചേർച്ചാണ്. അവിടെയാണ് നമ്മൾ എല്ലാ പ്രാവശ്യവും പോകാറ്. അങ്ങനെ ഞങ്ങൾ ചേർച്ചിൽ വന്നു. അവിടെ ചെന്നിരുന്നപ്പോൾ തന്നെ കുട്ടികൾക്ക് എന്തോ ഒരു ഗുടി പോലെ അവർ കൊടുക്കുന്നുണ്ടായിരുന്നു. 2 പേർക്കും കിട്ടി. അതൊക്കെ മേടിച്ച് നമ്മളവിടെ ഇരുന്ന് ഇച്ചിരി നേരം പ്രാർത്ഥിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഇവിടെ ക്രിപ്പ് കോമ്പറ്റീഷൻ നടന്നിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. കാരണം ഒത്തിരി നമ്പർ 1, 2, 3 അങ്ങനെ 7, 8 ക്രിപ്പിൻ്റെ പല പല ഇതായിട്ട് അവരുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു. എല്ലാം കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ആ സമയത്ത് ക്രിസ്മസിൻ്റെ സമയത്ത് വരാൻ പറ്റിയില്ലെങ്കിലും ഇപ്പോൾ വരുന്ന ആളുകൾക്ക് ഇപ്പോഴും ഉണ്ടാവും. ചിലപ്പോൾ ഇപ്പോൾ പോയി നോക്കിയാൽ ചിലപ്പോൾ ഉണ്ടാവും. നല്ല അടിപൊളിയായിട്ടുണ്ടാക്കിയ പല ക്രിപ്പുകളും ഉണ്ടായിരുന്നു അവിടെ. പിന്നെ റിയ പോയിട്ട് അവിടെ ക്യാൻഡിലൊക്കെ കത്തിച്ചതിന് ശേഷം ഞങ്ങൾ പിന്നെ അവിടുന്ന് ഇറങ്ങി. അങ്ങനെ പള്ളിയിൽ പോയിട്ട് ഞങ്ങൾ ഇറങ്ങി. ഇനി നമ്മൾ പോകുന്നത് ആനവണ്ടിയിലോട്ട്. ഒരു റെസ്റ്റോറൻ്റാണ്. നമുക്കവിടെ പോയി അവിടുത്തെ കാഴ്ചകൾ കാണാം. അവിടുന്ന് ഗുഡി ബാഗ് കിട്ടിയെന്ന് പറഞ്ഞില്ലേ, അതിനകത്ത് ഫുൾ ചോക്ലേറ്റ്സ് ആയിരുന്നു. ഇവർക്ക് ആദ്യമേ 2 കിട്ടി, പുറത്തിറങ്ങിയപ്പോൾ പിന്നെയും 2 കിട്ടി. അങ്ങനെ 4 കവറിലുള്ള ചോക്ലേറ്റ്സ് ഫുൾ കിട്ടി. ഞങ്ങൾ അവിടെ നിന്ന് ഇപ്പോൾ പോകുന്നത് ഞാൻ പറഞ്ഞ റെസ്റ്റോറൻറ്റിലോട്ടാണ്. അത് ഒത്തിരി അടുത്തായിരുന്നു. പള്ളിയിൽ നിന്ന് ഒരു 6 മിനിറ്റ്സോ 7 മിനിറ്റ്സിൻ്റെ ഡിസ്റ്റൻസേ കാണിച്ചുള്ളൂ. ഞങ്ങൾ അവിടെ ചെന്നു. അവിടെ പോയി വണ്ടി പാർക്ക് ചെയ്ത് ഞാൻ ഒന്ന് പുറത്തോട്ട് ഇറങ്ങി, ഫോട്ടോ എടുക്കാൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് എൻ്റെ കൂടെ പഴയ ഞങ്ങൾ ഓഫീസിൽ വർക്ക് ചെയ്തൊരു പയ്യനെ കണ്ട്, വിമലിനെ അവിടെ വെച്ച് കണ്ടു. അവൻ്റെ ഫാമിലി ഉണ്ടായിരുന്നു, ഉള്ളിലായിരുന്നു ഫാമിലിയെ പരിചയപ്പെട്ടു. പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ വിമലിനോട് ഹായ് ഒക്കെ പറഞ്ഞ് ഹായും ബായും എല്ലാം പറഞ്ഞിട്ട് ഞങ്ങൾ പോയി. ഉള്ളിൽ റെഡ് ചില്ലി എന്ന് എഴുതിയേക്കുന്ന അതിൻ്റെ ഉള്ളിലും പോയിരിക്കാം. പക്ഷേ ഞങ്ങൾ പോയിരുന്നത് വെളിയിൽ പുറത്താണ്. അപ്പോൾ ആ ഒരു ആംബിയൻസ് കിട്ടുമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇവിടെ വന്നാണ് ഇരുന്നത്. നല്ല കാറ്റുണ്ടായിരുന്നു. പക്ഷേ വേറെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ അവിടെ ഈച്ചകളുടെ ശല്യം ഒത്തിരി ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നമ്മളെ വലുതായിട്ട് ബോദർ ചെയ്തില്ല. പിന്നെ ഈ പുറത്ത് കിടക്കുന്ന ഈ വണ്ടിയുടെ ഇവിടെ വന്ന് അത് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റി, അല്ലാതെ ഉള്ളിൽ കയറാൻ പറ്റിയില്ല. ഉള്ളിലൊരു ഒരു ടേബിളൊക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ ഉള്ളിലോട്ട് കയറിയില്ല. ഞങ്ങൾ പുറത്ത് അവിടെ തന്നെ ഇരുന്നാണ് കഴിച്ചത്. ഇവിടെ വന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പിന്നെ ഞങ്ങളങ്ങ് പോയി. ഫുഡെല്ലാം ഓർഡർ ചെയ്തിട്ടാണ് പോയത്. തിരിച്ച് ചെന്നപ്പോഴത്തേക്ക് ഇത് വന്നു ചിക്കൻ. ഇതാണ് കാന്താരി കല്ല്. എനിക്ക് ഇഷ്ടമില്ല, പക്ഷേ ഇത് കൊള്ളായിരുന്നു. അങ്ങനെ പിന്നെ ഒന്നൊന്നായിട്ട് ഫുഡെല്ലാം വന്നു. ഇതാണ് പോത്തുംകാല്, പാൽക്കപ്പയുണ്ട്, കപ്പ പുഴുങ്ങിയത്, കാച്ചിൽ, പിന്നെ മുയലിറച്ചി, പിന്നെ അതിൻ്റെ കൂടെ ഒരു കാച്ചിലൊക്കെ കഴിക്കാൻ വേണ്ടി ഒരു ചമ്മന്തി ഉണ്ടായിരുന്നു ആ സൈഡിൽ ഇരിക്കുന്നത്. അടിപൊളിയായിരുന്നു കേട്ടോ, അടിപൊളി ടേസ്റ്റായിരുന്നു. അതെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി. ഫുൾ കഴിക്കാൻ പറ്റിയില്ല നമുക്ക്, കാരണം വയറ് ഫുള്ളായി. പിന്നെ അത് നമ്മൾ പാഴ്സലായിട്ട് കൊണ്ടുവന്നു. കൊമ്പനോട് തന്നെ നമുക്ക് ചോദിക്കാം, കൊമ്പൻസ് ടോഡി ഷോപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി ഭക്ഷണം. റിയ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി ഫുഡായിരുന്നു, നല്ലായിരുന്നു. എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെടാത്തൊന്നുമില്ല. കള്ള എനിക്ക് അങ്ങനെ ആക്ച്വലി ഇഷ്ടമുള്ളതല്ല.
പക്ഷേ ഇത് കൊള്ളാം, ഇച്ചിരി സ്വീറ്റ്നെസ് ഒക്കെ ഉണ്ടായിരുന്നു. ആ മുന്നേ കാണുന്നത് നമ്മുടെ ഡാബറിൻ്റെ ഇതാണ്, കമ്പനിയാണ്. ഇനി നമ്മൾ പോകുന്നത് ഒരു പ്ലാന്റ് നഴ്സറിയിലോട്ടാണ്. അവിടെ പോയിട്ട് നമുക്ക് മേടിച്ചിട്ട് നമുക്ക് പോകാം. ഒരു വെറൈറ്റി വണ്ടി ഉണ്ട്. അങ്ങനെ നമ്മളിവിടെ ഈ പ്ലാന്റ് നഴ്സറി വന്നു. ഇവിടെ കുറേ പ്ലാന്റ്സ് ഉണ്ട് ആക്ച്വലി. പക്ഷേ ഞാൻ ഒത്തിരി പ്ലാന്റ്സ്, എനിക്കിനി ബാൽക്കണി വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഒത്തിരി പ്ലാന്റ്സ് ഒന്നും ഞാൻ മേടിക്കാൻ ഉദ്ദേശിച്ചില്ല. 1-2 പ്ലാന്റ്സ്. അപ്പോൾ ഞാൻ പുള്ളിയോട് ചോദിച്ചാൽ എന്തെങ്കിലും ക്രീപ്പർ പ്ലാന്റ്, ഇങ്ങനെ ക്രീപ്പറായിട്ട് ഇങ്ങനെ പോകുന്ന പ്ലാന്റ് ഉണ്ടെന്ന്. അപ്പോൾ കാണിച്ചു തരുന്നതാണ് ആളിത്. പക്ഷേ എൻ്റെ ഓൾറെഡി ഇതുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ അത് മേടിച്ചില്ല. ഇൻഡോർ പ്ലാന്റ്സും വന്ന് നോക്കി, അതും എനിക്ക് വലിയ ഇതായിട്ട് തോന്നിയില്ല. ഇതെല്ലാം നോക്കിയിട്ട് അങ്ങനെ ഞങ്ങൾ സെലക്ട് ചെയ്ത് പോവാണിത്. ഇതിനായി 40 ദിറം. എന്നിട്ട് ഇവിടെ നിന്നാണെങ്കിൽ കട്ട് ചെയ്ത് കളഞ്ഞാൽ പുതിയത് വരുമെന്ന് പറയുന്നു. थोड़ा मतलब कितना इतना सा हर एक झाड़ पे डालना है कि सिर्फ फ्लावरिंग प्लांट्स के लिए है ये, सब के लिए चलेगा? सब में डाल सकते या आउटडोर? हाँ, सिर्फ बाहर के लिए. 15 दिन बाद देना. ഓക്കെ, 15 ദിനം. റയാൻ പിന്നെ അവിടെ കിടന്ന് തള്ളുവണ്ടി വെച്ച് നേരം കളിച്ചു. പിന്നെ ഞങ്ങൾ ആ പ്ലാന്റൊക്കെ മേടിച്ചിട്ട് അയാൾ തന്നെ അത് വണ്ടി കൊണ്ട് തന്നു. കാണിച്ച സീഡില്ല, അത് അതിൻ്റെ ഫെർട്ടിലൈസറാണ്. അതെല്ലാ പ്ലാന്റ്സിനും ഇടാൻ പറ്റും, ഔട്ട്ഡോർസിന്. പിന്നെ ഞങ്ങൾ അവിടുന്ന് വേറെ എങ്ങോട്ടും പോയില്ല. പിന്നെ അവിടുന്ന് നേരെ നമ്മൾ പോയത് വീട്ടിലോട്ടാണ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ടു ഡൂസ്.